ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജുസ് കഫേ. ഇന്ന് നമ്മൾ ഒരു 1 പോട്ട് ചിക്കൻ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതിനായിട്ട് വേണ്ടത് 1 കിലോ ചിക്കൻ, പിന്നെ 2 കപ്പ് ബാസ്മതി റൈസ് 30 മിനിറ്റ് കുതിർത്തി വയ്ക്കുക, പിന്നെ 2 വെല്ലുള്ളി നാരങ്ങനെയായിട്ട് അരിഞ്ഞു വെക്കുക, പിന്നെ ഒരു പോട്ട് എടുക്കുക, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ ബേ ലീഫ് ഇടുക, സിനമൺ സ്റ്റിക്ക്, പിന്നെ 4 ഗ്രാമ്പു, പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ 3-4 വറ്റൽമുളക്. നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ട അത്രയും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നല്ല സ്മെല്ല് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യും. അത് ബ്രൗൺ ആവുന്നവരെ നമുക്ക് സോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, അതിന് പകരം ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സാണ് ചേർക്കുന്നത്. അപ്പം 3 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ബ്രൗൺ ആയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക, അതിൻ്റെ പച്ചമണം മാറുന്നവരെ. ഇനി നമ്മൾ മസാലകൾ ആഡ് ചെയ്യും. 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നട്ട്മെഗ് പൗഡർ 1 ടീസ്പൂൺ, ജാതിക്കയുടെ പൗഡർ. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് മസാലേൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് സിയർ ചെയ്യും കുറച്ച് നേരം. കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കും ചിക്കൻ. നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അരി അതിലേക്ക് ആഡ് ചെയ്യും. 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് കവർ ചെയ്ത് 20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ മല്ലിച്ചപ്പ് ആഡ് ചെയ്യും. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യും. പിന്നെ 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും കവർ ചെയ്ത് കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ 1 പോട്ട് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Thank you for the support.